വർഷങ്ങൾക്ക് മുൻപ് കരിയറിൻ്റെ തുടക്കകാലത്ത് പറഞ്ഞൊരു കാര്യം, അതിലെ ചെറിയൊരു ഭാഗം മാത്രമുള്ളൊരു ക്ലിപ്പ് എടുത്ത് ഇപ്പോൾ ചെയ്തൊരു സിനിമയെ അല്ലെങ്കിൽ ആ സിനിമയിലെ ഗാനരംഗത്തെ വിമർശിക്കുന്ന കാഴ്ച. അതായിരുന്നു രജിഷ വിജയന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നേരിടേണ്ടി വന്നത്. പണ്ട് അത് പറഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമകളും അഭിമുഖങ്ങളും രജിഷയുടേതായി എത്തി. 3 വർഷം മുൻപൊരു അഭിമുഖത്തിൽ രജിഷ പറഞ്ഞ വാക്കുകളുണ്ട്. ഗ്ലാമർ റോളുകൾ ചെയ്യില്ല, ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഇടില്ല എന്നൊന്നുമില്ല. എന്നെ വൾഗർ അല്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നൊരു കോസ്റ്റ്യൂം ആണെങ്കിൽ ഞാനതിടും, ആസ് ലോങ് ആസ് ഇറ്റ് ഷോൺ ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി ആൻഡ് എസ്തെറ്റിക്കലി. ആ സ്ക്രിപ്റ്റിനും ക്യാരക്ടറിനും ഡിമാൻഡിങ് ആണെങ്കിൽ ഞാൻ ആ വേഷം ധരിക്കും. ഈ വാക്കുകളെ ബോധപൂർവം മറന്നുകൊണ്ട് താൻ ഐറ്റം ഡാൻസ് ചെയ്യില്ലെന്ന് പറഞ്ഞ പാർട്ട് മാത്രം എഡിറ്റ് ചെയ്ത് ചേർത്തുകൊണ്ട് ട്രോൾ ഉണ്ടാക്കി ആ നായികയെ വിമർശിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ. മസ്തിഷ്ക മരണത്തിലെ റോളിനെക്കുറിച്ച് ചെന്നിടത്തെല്ലാം ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു രജിഷയ്ക്ക്. അന്നെല്ലാം അവർ പറഞ്ഞ മറുപടിയുണ്ട്. സിനിമ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകും. യെസ്, സിനിമ മറുപടി പറഞ്ഞിരിക്കുന്നു. ഫ്രിഡ സോമനാകാൻ താനല്ലാതെ മറ്റാർക്കും ആകില്ലെന്ന് തെളിയിക്കും വിധമുള്ള മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. കൃഷാന്ത് എന്ന ക്രാഫ്റ്റ്മാന്റെ സൈബർ പങ്ക് കോമഡി ത്രില്ലറിനെ ത്രൂ ഔട്ട് ഇൻട്രസ്റ്റിംഗ് ആയി നിർത്തിയ നായിക. ആ കഥാപാത്രത്തിന്റെയും ഡാൻസിന്റെയും റോൾ എത്രമാത്രം വലുതാണെന്ന് സിനിമ കണ്ടവർക്ക് മനസ്സിലാകും. വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രം തേടിയെത്തുന്ന ക്യാരക്ടറാണിതെന്ന് രജിഷ തന്നെ പറയുന്നു. അതിനെ മനോഹരമായി പോർട്രേ ചെയ്ത് കൃഷാന്തിന്റെ വേൾഡിലെ ക്വീനായി മാറി കയ്യടി നേടുന്ന രജിഷ വിജയൻ. 10 വർഷം മുൻപ് അനുരാഗ കരിക്കൻ വെള്ളത്തിലെ എലിസബത്തായി വന്ന് ചിരിപ്പിച്ച നായിക. ആദ്യ സിനിമയിലൂടെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേട്ടം. 2026 എത്തി നിൽക്കുമ്പോൾ ഗേൾ നെക്സ്റ്റ് ഡോറിൽ നിന്ന് സൈബർ പങ്ക് വേൾഡിലെ സൂപ്പർ സ്റ്റാറാണ് രജിഷ. കണ്ടിരുന്നവരെ മൊത്തത്തിൽ തന്റെ ആരാധകരാക്കുകയാണ് ഫ്രിഡ. പ്രകടനത്തിലും ലുക്കിലുമെല്ലാം ഇന്നേ വരെ കാണാത്തൊരു രജിഷ. 2023 ശേഷം ഇപ്പോഴാണ് രജിഷ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മലയാള സിനിമ എത്തുന്നത്. കഴിഞ്ഞ വർഷം കളങ്കാവിലെത്തി. എന്നാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചെറിയ റോളിലായിരുന്നു രജിഷ എത്തിയത്. 2025 തന്നെയാണ് ബൈസൺ എത്തുന്നത്. ധ്രുവിന്റെ സഹോദരി കഥാപാത്രമായ മാരി സെൽവരാജ് പടത്തിൽ ഗംഭീര പ്രകടനം. രജിഷയുടെ തമിഴ് ഡെബ്യൂവും മാരി സെൽവരാജിനൊപ്പമായിരുന്നു, ധനുഷിന്റെ കർണനിൽ. അന്നും ഇന്നും ഞെട്ടിക്കുന്ന പെർഫോമൻസിൽ സിനിമയുടെ ഒഴുക്കിനെ തടയാതെ കൊണ്ടുപോകാൻ രജിഷയ്ക്കാകുന്നു. ജെബിമിലും ആ സീരിയസ് റോൾ തുടർന്നു. ആദ്യ സിനിമയിലെ ബബ്ലി പൊസസീവ് കാമുകിയിൽ നിന്ന് മാരി സെൽവരാജ് വേൾഡിലേക്കും കൃഷാന്ത് വേൾഡിലേക്കുമുള്ള രജിഷയുടെ ട്രാൻസ്ഫോർമേഷൻ പ്രശംസനീയമാണ്. ഹ്യൂമർ തനിക്ക് തന്മയത്തോടെ ചെയ്യാനാകുമെന്നതിന് മറ്റൊരു തെളിവായിരുന്നു 2019 ജൂൺ. ആ കഥാപാത്രം പലർക്കും റിലേറ്റബിൾ ആയി. സ്കൂൾ കാലം മുതൽ ജൂൺ നേരിടുന്ന പ്രശ്നങ്ങളും യൗവനത്തിൽ അവൾക്കുണ്ടാകുന്ന പ്രണയവും ബ്രേക്കപ്പുമെല്ലാം രജിഷ ഈസിയായി പുൾ ഓഫ് ചെയ്തു. കരയിക്കാനും ചിരിപ്പിക്കാനും ഒരുപോലെ തന്നെ കൊണ്ടാകുമെന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു ജൂണിലൂടെ. മസ്തിഷ്ക മരണത്തിന്റെ കോറാണ് രജിഷ വിജയൻ. ദിവ്യപ്രഭയും നിരഞ്ജുമെല്ലാം തിളങ്ങുന്നിടത്ത് ആ തിളക്കത്തെ ആളി കത്തിക്കുന്ന കഥാപാത്രം. പണ്ട് പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ ക്രൂശിക്കപ്പെടേണ്ടതല്ല ആ പ്രതിഭ. എന്തിന് അങ്ങനെ ഒരു സോങ് കൃഷാന്ത് പോലൊരു സംവിധായകന്റെ സിനിമയിൽ വരുന്നു? അതെന്തിന് രജിഷ ചെയ്യണമെന്നതിന്റെ വ്യക്തമായ ഉത്തരം സിനിമയിലുണ്ട്. കരിയർ ഒരു ദശാബ്ദത്തിൽ എത്തി നിൽക്കുമ്പോഴും ബിഗ് സ്ക്രീനിൽ ജ്വലിക്കുകയാണ് രജിഷ. ഇനിയും ഇത്തരം ഗംഭീര സിനിമകൾ ഉണ്ടാകട്ടെ, ഗംഭീര പെർഫോമൻസുകൾ പിറക്കട്ടെ.